പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മളൊരു സിനിമയുടെ ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ട്രെയിലർ വേറെ ഒന്നുമല്ല, റേച്ചൽ എന്ന ഹണി റോസ് നായികയാകുന്ന ചിത്രം. നായിക പ്രാധാന്യമുള്ള ചിത്രമാണ് ഇത് എന്ന് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. എനിക്ക് തോന്നുന്നു പുതുമുഖ സംവിധായികയായ ആനന്ദിനി ബാലയാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ബ്രൈഡ് ഷൈൻ ഇതിൻ്റെ നിർമ്മാതാവാണ്, അതുപോലെ തന്നെ തിരക്കഥാകൃത്താണ്. തിരക്കഥ എഴുതിയിരിക്കുന്നത് രാഹുൽ മണപ്പാട്ടെ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ്. ബ്രൈഡ് ഷൈനിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം വൻ ഹിറ്റായി ഇത് മാറുന്ന കണ്ടു 1983. അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു, ഇതൊക്കെ അദ്ദേഹമാണ് സംവിധാനം ചെയ്തത്. ഇതിൻ്റെ നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ ആയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ചിത്രത്തിനുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ബാദുഷ പ്രൊഡക്ഷൻ്റെ ബാനറിലാണ് ചിത്രം ഇറക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകതയുണ്ട്. ഈ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിനകത്തെ മുഖ്യ കഥാപാത്രം സ്ത്രീ ആകുന്നു എന്നുള്ളതാണ്, അതും ഹണി റോസ്. നമുക്കതൊന്ന് ട്രെയിലർ കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യം. 2 മിനിറ്റ് 23 സെക്കൻഡോളം ഉണ്ട് ഇതിൻ്റെ ട്രെയിലർ. ഒരു വമ്പൻ ട്രെയിലറാണ്. ഡിസംബർ 6-ാം തീയതിയാണ് ഈ ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. നമുക്കൊന്ന് കാണാം, കണ്ടതിന് ശേഷം പറയാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു പ്രത്യേക വൈബൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഹണി റോസ് ഒരു നായിക കഥാപാത്രമായിട്ട് വരുന്നു. ഹണി റോസിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതെ പറ്റുകയില്ല. മോൺസ്റ്റർ എന്ന ചിത്രത്തിൽ ഹണി റോസിൻ്റെ വ്യത്യസ്തമായൊരു കഥാപാത്രം കണ്ടു മോഹൻലാലിനോടൊപ്പം. അതിനുശേഷമാണ് ഹണി റോസിന് ഇങ്ങനെ ഒരു കഥാപാത്രം. പോത്ത് ജോയ്, അത് ബാബുരാജാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് തോന്നുന്നു. നമ്മുടെ എന്താ പറയുന്നത്, ജാഫർ ഇടുക്കിയുടെ സംഭാഷണത്തിലൂടെയാണ് അത് കഥ പറയുന്നത്. ഇങ്ങനെ ഇതിനുള്ള ഒരു പ്രത്യേകത പോത്ത് ജോയ് എന്ന് കേട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ പേര് പുതുകുളം സോമൻ, അതുപോലെ ചാക്കുള ജോണിച്ചൻ, ഒറ്റക്കണ്ണൻ പീറ്റർ, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്കുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ റേച്ചൽ എന്താണ് പ്രതികാരം, പ്രണയം എല്ലാവരും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു രക്തച്ചൊരിച്ചിലൊക്കെ
പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് തോന്നുന്നത്. രക്തപങ്കുലമായ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ട്രെയിലർ കണ്ടപ്പം സാമാന്യം മികച്ച പ്രതികരണം തന്നെ ഈ ട്രെയിലറിന് നേടാൻ പറ്റുന്നുണ്ട്. നമുക്കും തരക്കേടില്ലാതെ ഇഷ്ടപ്പെട്ടു. ഹണി റോഫ് വേറെ വ്യത്യസ്തമായ രീതിയിൽ വരുമ്പം തോക്കും കത്തിയുമൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ എങ്ങനെയായി തീരും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഹണി റോഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ അവരുടെ സൗന്ദര്യം ഒക്കെ വെച്ച് അങ്ങനെയുള്ള കഥാപാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കാത്ത കഥാപാത്രങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയിക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ ആ അഭിനേത്രി അല്ലെങ്കിൽ ആ നടൻ വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു പുതിയ കാൽവെപ്പായിട്ട് തോന്നുന്നുണ്ട്. അതിന് ഹണി റോഫിന് ധൈര്യം കൊടുത്തത് നിർമ്മാതാക്കളില്ലെങ്കിൽ ബാദുഷാ പ്രൊഡക്ഷനാണ് ഇത് നിർമ്മിക്കുന്നത്. എന്തും നന്നായിരിക്കട്ടെ അല്ലേ. ഇത് കണ്ടപ്പം ഇത് കാണണമെന്നൊക്കെ ഒരു തോന്നി. ജാഫർ ഇടുക്കി, നമ്മുടെ ബാബുരാജ്, ചന്തു സലീംകുമാർ, റോഷൻ ബഷീർ, കലാം ഷാജോൺ ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ്. മികച്ച രീതിയിലുള്ള ട്രെയിലറിന് മികച്ച പ്രതികരണം കിട്ടുന്നുണ്ട്. ട്രെയിലർ പോലെ തന്നെ സിനിമയും മികച്ചതായി തീരാൻ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഡിസംബർ 6-നാണ് ഈ ചിത്രം റിലീസാകുന്നത്. ഇനി പടം കണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അപ്ഡേറ്റുമൊക്കെ ആയിട്ട് വരും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.